ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഫ്രൂട്ട് വെച്ചിട്ടൊരു സാൻഡ്വിച്ചാണ് തയ്യാറാക്കുന്നത്. ഇത് സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഏത് ഫ്രൂട്ട് വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ഫ്രൂട്ട്സായിട്ട് ഞാനിതിലേക്ക് റോബസ്റ്റ് പഴം, പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഒരു ബ്രെഡിന് മുകളിൽ മയോണൈസാണ് ആക്കി കൊടുക്കുന്നത്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കുകയാണ്. ആദ്യം പൈനാപ്പിളിൻ്റെ ലെയറാണ് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് ടൊമാറ്റോ കെച്ചപ്പാണ് ബ്രെഡിന് മുകളിലായിട്ട് തേച്ചെടുക്കുന്നത്. അത് നന്നായിട്ട് അതൊന്ന് ബ്രെഡിന് മുകളിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പഴമാണ് വെച്ചെടുക്കുന്നത്. ഇനി അതിന് മുകളിലായിട്ട് മറ്റൊരു ബ്രെഡ് എടുത്തതിന് ശേഷം മയോണൈസ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അത് അതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. അടുത്തതായിട്ട് ഒരു ബ്രെഡ് എടുത്തിട്ട് അതിന് ടൊമാറ്റോ കെച്ചപ്പാണ് ഇട്ടെടുത്തിട്ടുള്ളത്. അതിന് മുകളിലുള്ളതിൽ ക്യാബേജാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ലാസ്റ്റായിട്ട് മയോണൈസ് ഇട്ടിട്ടുള്ള ബ്രെഡാണ് വെച്ചെടുക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിതാ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി സാൻഡ്വിച്ച് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഈ സാൻഡ്വിച്ച് ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.